ഗൾഫ് ടിവി പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി മലയാളി യുഎയിൽ മരിച്ചിട്ട് 12 ദിവസം. ബില്ലടയ്ക്കാത്തതിനാൽ മൃതദേഹം വിട്ടുകിട്ടിയില്ല. സഹായം തേടി കുടുംബം. ഇനി മഴയില്ല. യുഎക്ക് ആശ്വാസ വാർത്തയുമായി അധികൃതർ. മലയാളികൾക്ക് ബെൽജിയത്തിൽ തൊഴിലവസരം. നിയമനവും വിസയും ടിക്കറ്റും സൗജന്യം. കണ്ണൂരിൽ നിന്നും റാസൽ ഖൈമയിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ്. മഴ മാറി. ചൂടിന്റെ കുട ചൂടി UAE. ഷാർജയിലെ അൽഹദീബ ഫീൽഡിൽ പുതിയ വാതക ശേഖരം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പ്രവാസി മലയാളി യുഎയിൽ മരിച്ചിട്ട് 12 ദിവസമായിട്ടും മൃതദേഹം വിട്ടുകിട്ടിയില്ല. കാരക്കാട് വള്ളിക്കാട്ട് വളപ്പിൽ സുരേഷ് കുമാർ ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ മരിച്ചത് ഏപ്രിൽ 22-നാണ്. ബില്ലടയ്ക്കാൻ ബാക്കിയുള്ളതിനാൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടിയില്ല. ഗൃഹനാഥന്റെ മൃതദേഹം കാത്ത് 12 ദിവസമായി ഒരമ്മയും 3 മക്കളും കണ്ണീരുമായി കഴിയുകയാണ്. ഏപ്രിൽ 5-നാണ് പനിയെ തുടർന്ന് സുഹൃത്തിനൊപ്പം ആശുപത്രിയിലേക്ക് പോയത്. വൈകാതെ ന്യൂമോണിയ സ്ഥിരീകരിച്ചു. 14 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 22-ന് മരിച്ചു. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് സുരേഷ് കുമാർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ എത്തുമെന്ന് മകളോട് പറയുകയും ചെയ്തു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാരുകളുടെയും പ്രവാസി സംഘടനകളുടെയും സഹായം തേടുകയാണ് ഈ കുടുംബം. സുരേഷ് കുമാറിന്റെ ഭാര്യ സുപ്രിയ പല പ്രവാസി സംഘടനകളെയും അറിയിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്ന് അവർ പറയുന്നു. യുഎയിൽ തുടരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് താൽക്കാലിക ശമനമെന്ന് ദേശീയ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രഖ്യാപനം. യുഎയിൽ ആകെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ടും മഴയും ശക്തമായിരുന്നു. ആളഭയം വരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണത്തിലായിരുന്നു രാജ്യം. ഇനി ഭയപ്പെടേണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അപകടകരമായ കാലാവസ്ഥ അവസാനിച്ചതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും സ്ഥിരീകരിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന ബെൽജിയത്തിലേക്ക് നഴ്സുമാരുടെ സൗജന്യ നിയമനം നടത്തുന്നു. നിലവിൽ 60 ഒഴിവുകളാണുള്ളത്. നഴ്സിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും ചുരുങ്ങിയത് 1 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. ഇംഗ്ലീഷ് പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിനായി IELTS OET പരീക്ഷയിൽ 6.0 അല്ലെങ്കിൽ C+ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇന്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ 6 മാസത്തെ സൗജന്യ പരിശീലനം നൽകും. ജൂലൈ മാസത്തിൽ ആരംഭിച്ച ഡിസംബറിൽ അവസാനിക്കുന്ന ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 2025 ജനുവരി മാസത്തിൽ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും. പരിശീലന കാലത്ത് 15,000 രൂപ മുതൽ പ്രതിമാസ സ്റ്റൈപ്പൻഡും ലഭിക്കും. വിസ, എയർ ടിക്കറ്റ് തുടങ്ങിയവയും സൗജന്യമാണ്. ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 തവണ സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് കണ്ണൂരിൽ നിന്നും റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ സർവീസുകൾ ആരംഭിച്ചു. ഇതിനായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ബോയിംഗ് 737 മാക്സ് വിമാനങ്ങളാണ് സർവീസ് നടത്തുക. 2024 മെയ് 2 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദമാമിലേക്കും സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യും. കൂടാതെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്കും മസ്കറ്റിലേക്കുമുള്ള ഫ്ലൈറ്റ് ഫ്രീക്വന്റുകൾ മെയ് മുതൽ വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മഴ പേടി പൂർണ്ണമായും ഒഴിഞ്ഞ് UAE. ഇന്നലെ ചെറിയ തോതിൽ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യം മുഴുവൻ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ചൂട് വർദ്ധിക്കുകയും ചെയ്തു. വിമാന സർവീസുകളും സാധാരണ നിലയിലായി. അതേസമയം ഒമാനിലും ഖത്തറിലും ഇന്നലെ മഴ പെയ്തു. സാമാന്യം ശക്തമായ മഴ പെയ്തെങ്കിലും നാശനഷ്ടങ്ങളില്ല. ഷാർജയിലെ അൽസജ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ വടക്കു ഭാഗത്തുള്ള അൽഹദീബ ഫീൽഡിൽ സാമ്പത്തികമായി ലാഭകരമായ അളവിൽ പുതിയ വാതക ശേഖരം കണ്ടെത്തിയതായി ഷാർജ ഗവൺമെന്റ് സ്ഥാപനമായ ഷാർജ പെട്രോളിയം കൗൺസിൽ അറിയിച്ചു. ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കിണർ കുഴിച്ചതിന് ശേഷമാണ് ഈ പുതിയ ഫീൽഡ് കണ്ടെത്തിയത്. വികസനത്തിനായി ഫീൽഡിന്റെ അളവും സാധ്യതയുള്ള വാതക ശേഖരവും സ്ഥിരീകരിക്കുന്നതിന് വരും ദിവസങ്ങളിൽ കിണർ പരിശോധിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.